പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഏറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ താരം, നമ്മുടെ മുഖ്യ അതിഥി ആരെന്നറിയണ്ടേ? തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സ് ഗ്രൂപ്പിന്റെ വംശം എന്ന നാടകം, അതിലെ പ്രധാന നടനായ ശ്രീ അനിൽ ചേങ്ങന്നൂർ, അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഈ വംശം എന്ന നാടകത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 4 അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. വംശം എന്ന നാടകത്തിലൂടെ മികച്ച നടനായി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുക. അതുപോലെ നമ്മുടെ പ്രിയ നടനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകളായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായി പങ്കുവയ്ക്കാം. പ്ലീസ്. അനിൽജി നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖം, ഇങ്ങനെ പോകുന്നു. വിശേഷങ്ങളേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ കാണാൻ വന്നത്. തീർച്ചയായിട്ടും. ഈ പ്രൊഫഷണൽ നാടകത്തിൽ എന്ന് തുടങ്ങിയത് എന്നാണ്, അതുപോലെ ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്, അതൊന്ന് പറയുമോ? ഞാൻ 1991 ഓഹോ, അത് ശരി. 17 വയസ്സ് കഴിഞ്ഞപ്പം ഞാൻ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നു. 17ാമത്തെ വയസ്സിൽ. 17ാമത്തെ വയസ്സിൽ ഓക്കെ ഓക്കെ. ചങ്ങനാശ്ശേരി ഗീതയുടെ പൂർണ്ണം എന്ന നാടകം, അതെന്നെ ചെറുപ്പം മുതലേ നാടകം പഠിപ്പിച്ച എൻ്റെ നാടക ആശാൻ എന്ന് പറയുന്ന രവിപ്രസാദ് മുളക്കൊഴിയിലുള്ള, ഇപ്പൊ അദ്ദേഹം ഹരിപ്പാടാണ്. അദ്ദേഹം ആണ് എന്നെ അല്ലാത്ത അമച്ചർ നാടകങ്ങളൊക്കെ ചെയ്യിച്ച് ഇതിലേക്ക് എന്നെ ആകർഷിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ പ്രൊഫഷണൽ നാടകമായിരുന്നു ചങ്ങനാശ്ശേരി ഗീതയുടെ പൂർണ്ണം എന്ന് പറയുന്നത്. പൂർണ്ണം. ഓക്കെ ഓക്കെ. അപ്പൊ ആ നാടകം പ്രൊഫഷണൽ ആക്കിയപ്പോൾ എനിക്ക് കൂടെ ഒരു വേഷം അദ്ദേഹം തന്നു. അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകത്തിലേക്കുള്ള എൻ്റെ ഒരു വരവ് എന്ന് പറയാം. എന്ന് വെച്ചാൽ 35 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തി അഭിനയത്തിന്റെ മുടിചൂടാൻ മന്നനായി നിൽക്കുമ്പോൾ ഒരു അവാർഡ് എന്ന് പറയുന്നത് തന്നെ അത് ഒന്നല്ല, അത് ഇനിയും മുമ്പോട്ട് തന്നെ അവാർഡ് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ആഗ്രഹവും. പറഞ്ഞാട്ടെ, ഇനി പറയൂ. അത് ഈ വർഷമാണ് അത് ലഭിച്ചത്. അതെ അതെ. തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം എന്ന നാടകമായി. അതെ അതെ അതെ. അതിലെ ഭീമസേനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. എന്നെ ആ നാടകത്തിന് വിളിച്ചപ്പോഴും എനിക്ക് ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ റിഹേഴ്സലിനോട് ചെന്നപ്പോഴും ഇടയ്ക്ക് മാറണമെന്ന് പോലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം ഭീമസേനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു ആകാര സൗഷ്ഠവം ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് ഞാൻ യോജിക്കുമോ എന്നുള്ളൊരു ആകുലത എന്നെ വല്ലാതെ വേട്ടയാണ്. അയ്യോ, അതിന്റെ അങ്ങനെ എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം താങ്കളെ നേരിട്ട് കാണുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുകയില്ല. ഇത് അതിന് വിധിച്ച ആള് തന്നെ എന്ന് കരുതുള്ളൂ. എന്നാലും പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷൻ തോന്നിയിരുന്നു. ഓക്കെ. പക്ഷെ എങ്ങനെയോ അത് സംഭവിച്ചു. കാരണം പ്രത്യേകിച്ചും സംവിധായകൻ സുരേഷ് ദിവാകരൻ ഏകദേശം ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ നാടകത്തിലേക്ക് വന്ന ആളാണ്. സുരേഷിനും ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് മികച്ച സംവിധായകന്റെ ലഭിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട അനുജൻ മുഹാദ് മുമ്പായം, 2 വ്യക്തികളെ മറക്കാൻ കഴിയാത്തവരാണ്. പിന്നെ എന്നെ ഇതിലേക്ക് സമിതിയിലേക്ക് വിളിക്കാൻ ഇടയായ സൈജു വഞ്ചിയൂർ, സുനിത മനോജ്, അതൊക്കെ ജീവിതത്തിൽ നമ്മളെ ഓർത്ത് വിളിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഇത്തരം ഒരു കഥാപാത്രം ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം, ഒരു ഭാഗ്യം കൈവന്നതും അത് സംസ്ഥാന അവാർഡിലേക്ക് എത്തിച്ചേരാൻ ഇടയായതും ഒക്കെ അത്തരം ഒരു കാരണം കൊണ്ടാണ്. അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ജീവിതത്തിന്റെ ഭാഗമായിട്ട്. കടപ്പാടല്ല, ഈ കടപ്പാടെന്ന് പറയുന്ന ഒരു കൃത്രിമമായ ഒരു പ്രയോഗമാണ്. കടപ്പാടൊന്നുമല്ല, അത് ആ മനസ്സിൽ ആ ബന്ധം കാണും. അതെ അതെ അതെ. അവരെന്നോട് എന്ത് ക്രൂരത ചെയ്യുന്നു പറഞ്ഞാലും എനിക്ക് അവരോട് ഇഷ്ടമാണ്. അതേ ഉള്ളൂ. അതാണ് ബന്ധം. അതെ, തീർച്ചയായും. സ്നേഹം ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഈ നാടകത്തിൽ ഈ അമച്ചർ അല്ല, പ്രൊഫഷണൽ നാടകം നമ്മുടെ അജന്ത ട്രൂപ്പിൽ വന്നിട്ട് എത്ര വർഷം? അല്ല, അജന്തയിൽ ഈ വർഷം വന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷമാണ് ഈ വരുന്നത്. ശരി. നാടകം അജന്ത തിയേറ്റർ ഗ്രൂപ്പ് എന്നാണ് ഇതിന്റെ പേര്. നേരത്തെ അജന്ത ഉണ്ടായിരുന്നു. സാക്ഷാൽ കരകുളചന്ദ്രൻ നാടകവേദിയിലെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം അജന്ത, കൊല്ലം അജന്തയായിരുന്നു തിരുവനന്തപുരം അജന്ത. അതിൽ ഞാൻ അദ്ദേഹത്തിന്റെ 10 വർഷം മുമ്പ് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ട്. അതിനുശേഷമുള്ള ഒരു വരവാണ് അജന്ത. അത് അജന്ത തിയേറ്റർ ഗ്രൂപ്പ് എന്നാണ് ഇതിന്റെ പേര് ആക്കിയെടുത്തത്. ഇത് സത്യം പറഞ്ഞൊരു വല്ലാത്ത ഭാഗ്യമാണ്. അതായത് അജന്തയിൽ നമ്മൾ ഈ വർഷം ചേരുന്നു, ആ അജന്തയിൽ തന്നെ നമുക്ക് അഭിനയിച്ചത് കൊണ്ട് നമുക്ക്
അതിൽ അഭിനയിച്ചെന്നുള്ളത് നമ്മുടെ അഭിനയത്തിന്റെ മികവ് കൂടി അതിനകത്ത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും അജണ്ടയിൽ വരുന്നു, ആ വരുമ്പോൾ തന്നെ നമുക്ക് ആ വർഷത്തെ നമുക്ക് അവാർഡ് കിട്ടുന്നു, സംസ്ഥാന അവാർഡ് അതെ കിട്ടുന്നു. അതെ അതെ. അത് വലിയ ഭാഗ്യമല്ലേ? വേറൊരു കാര്യം കൂടെ അതിൽ പറയാനുള്ളത് വെച്ചാൽ സാധാരണഗതിയിൽ ഈ നാടകത്തിന് സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞ പ്രയാസമാണ്. നമ്മൾ 10, 70, 100, 150 നാടകങ്ങൾ ഒരു വർഷം ഇറങ്ങുമെങ്കിലും 10 നാടകങ്ങളെ മത്സരത്തിന് സെലക്ട് ചെയ്യപ്പെടും. നമ്മുടെ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് സ്ക്രിപ്റ്റ് സെലക്ഷൻ കമ്മിറ്റി ഇരുന്ന് പരിശോധിച്ച ശേഷമാണ് ഈ 10 നാടകങ്ങളാണ് മത്സരത്തിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈ 10 നാടകത്തിൽ ഒന്നാകാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമുണ്ട്. അല്ല ചിലപ്പോഴൊക്കെ നമ്മുടെ നാടകങ്ങൾ സെലക്ട് ചെയ്യും. നാടകം നന്നായിരിക്കും, നമുക്കുള്ള വേഷം നന്നാവില്ല. ചിലപ്പോൾ നമ്മുടെ വേഷം നന്നാവും, നാടകം നന്നാവില്ല. ഇത് രണ്ടും കൂടെ ഒരുപോലെ സംഭവിച്ചു പോയതാണ്. അത് തീർച്ചയായും കോ ആർട്ടിസ്റ്റുകള്, സംവിധായകൻ, എഴുത്തുകാരൻ ഒക്കെ വെറുമ്പാക്കായിട്ടും പറയുന്നില്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടാണ് ഈ നാടകത്തിന്റെ വിജയവും. അത് എനിക്കും കൂടെ അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ നല്ല ഇതായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അതുപോലെ ഈ നാടകത്തിന് തന്നെ മറ്റ് അവാർഡുകളും ഉണ്ടല്ലോ. ഈ നാടകത്തിന് മികച്ച സംവിധായകൻ, മികച്ച അവതരണം, മികച്ച രംഗപടം, മികച്ച ശബ്ദലേഖനം. ഇതിന്റെ സംഗീതം ചെയ്യുന്ന അനിൽ മാളയാണ്. അനിൽ മാളയുടെ മകനാണ് ഇതിന്റെ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തത്. അനിൽ മാളയുടെ മകന്, അച്ഛൻ ചെയ്ത നാടകത്തിൽ മകന് ശബ്ദലേഖനത്തിന് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭാഗ്യം, അതൊരു അപൂർവ ഭാഗ്യം അങ്ങനെ ഉണ്ടായി. ഇതിപ്പം നിലവിൽ ഇപ്പൊ എത്ര വേദി? ഞങ്ങൾ 251 വേദി കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നു. മെയ് 28 വരെ. വെരി ഗുഡ്. അതിനുശേഷം ഞങ്ങളിപ്പം ജൂൺ, ജൂലൈ ആയിട്ട് 2 നാടകം കൂടെ, പാലാ ഫൈനാൻസ് സൊസൈറ്റി, പെരുമ്പാവൂർ ഫാസ് ഒക്കെ കളിച്ചിരുന്നു. ഇപ്പൊ ഓഗസ്റ്റ് 8 മുതൽ കുറച്ച് പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ കളികൾ. ഇപ്പൊ അല്പം ഓഫീസിനാണെന്ന് തോന്നുന്നു. അതെ, കർക്കിടക മാസമല്ലേ, കലകൾ അങ്ങനെ ഇല്ലാത്തൊരു സമയമാണ്, മഴ ഒക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് പ്രോഗ്രാം. അപ്പം ഇപ്പം നിലവിൽ എന്റെ ഒരു ചോദ്യം, ഈ 17ാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഈ അഭിനയ രംഗത്തോട്ട് വന്നത്. അപ്പോ ഇപ്പം ഇതുവരെ എത്ര നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും? അതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? ആദ്യത്തെ നാടകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു വർഷം 2 വർഷം കളിച്ച്, ഒരു നാടകം തന്നെ 2 വർഷം കളിച്ചു. ഇപ്പൊ വജന്ത കളിക്കുന്ന പോലെ കളിച്ച 3-4 വർഷങ്ങളുണ്ട്. എങ്കിലും ഒരു 10, 25 പ്രൊഫഷണൽ നാടകങ്ങളും 40,000-നും മേൽ വേദികൾ. ഓ മൈ ഗോഡ്. കാരണം ഒരു നാടകം അന്നത്തെ കാലത്തൊക്കെ 200, 250, 300 നാടകങ്ങൾ കളിക്കുന്ന വർഷങ്ങളായിരുന്നു. 2000 വരെ, 2005 വരെയുള്ള കാലം. പിന്നീടാണ് ഇപ്പൊ വേദികളുടെ എണ്ണം കുറഞ്ഞു വന്നത്. അതുകൊണ്ട് അന്നൊക്കെ എങ്ങനെയായാലും കുറഞ്ഞത് 200 നാടകങ്ങൾ കളിക്കുന്ന ഒരു വർഷം കളിക്കുന്ന ഒരു സീസൺ ആയിരുന്നു. അങ്ങനെ അത് ഒന്ന് ആലോചിക്കാം. അപ്പൊ അത്രയും ഓടി നടന്നുള്ള അഭിനയമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒരു റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല ആ സമയങ്ങളിൽ. അങ്ങനെ ഒരു കാലം. അതെ. അന്ന് അത്രത്തോളം അതിനോടൊരു ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് അഭിനയത്തോടുള്ള ഒരു എന്താ പറയണ്ടേ, അല്ല, നമുക്ക് കിട്ടുന്ന വേദികൾ കൂടെ ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല, നമുക്ക് അത്തരം വേദികളും കിട്ടുമായിരുന്നു. ജനത്തിന് മറ്റ് എന്റർടൈൻമെന്റ്സ് ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും അവരുടെ വിരൽ തുമ്പിലേക്ക് തന്നെ എല്ലാ ആസ്വാദനം. അതുകൊണ്ട് ഉത്സവ പറമ്പിലേക്ക് ആളുകൾ ഓടിയെത്തുന്നത് എന്ന് പറഞ്ഞല്ല, തിരിച്ച് അത് മാറി തിരിഞ്ഞു വരുന്നുണ്ട്. പറമ്പിലെ ജൈവകലയായ നാടകം കാണാനും അല്ലെങ്കിൽ പാട്ട് നേരിട്ട് കേൾക്കാനും ഗാനമേള കാണാനും ഒക്കെയാണ് ആളുകൾ തിരിച്ച് വീണ്ടും പറമ്പിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ മനുഷ്യനിലെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു നന്മ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ചില ബന്ധങ്ങള്, വേദനകള്, ഇതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യൻ. ഇപ്പൊ നമ്മൾ എത്രത്തെ ഇങ്ങനെ കുത്തിയിരുന്നു പറഞ്ഞാലും നേരിട്ട് കേൾക്കാനും നേരിട്ട് അത് കാണാനും അതൊരു ആസ്വാദനം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അനിൽജി, അഭിനയ രംഗത്ത് നമ്മളെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകവേദിയിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ സ്വാധീനം. ഞാൻ ഈ ചങ്ങനാശ്ശേരി ഗീതയുടെ പൂർണ്ണ നാടകത്തിന് ശേഷം ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ഓച്ചിറ നാടകരംഗത്തിന്റെ മാണിക്യ കൊട്ടാരം എന്ന് പറയുന്ന നാടകമായിരുന്നു. ആദിനാട് ശശിയും ഗീതാ സലാമും തകർത്തഭിനയിച്ച നാടകം. 438 വേദികളിലാണ് ആ നാടകം കളിച്ചത്. അതാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്ന 2ാമത്തെ നാടകം. അന്ന് ഗീതാ സലാമൊക്കെ നമ്മളോട് ഈ കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മളോട് വിട പറഞ്ഞു. ശശിയാണ് ഇപ്പോഴും സജീവമായി സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ ഉണ്ട്, ആദിനാട് ശശി. അപ്പൊ അവരോട് കൂടെ നാടകം കളിക്കാനുള്ളൊരു ഭാഗ്യം. അതിനുശേഷം ഞാൻ വന്ന് KPSC സുലോന ചേച്ചിയുടെ കായംകുളം സംസ്കാരയിൽ എനിക്ക് അവരോട് അഭിനയിക്കാൻ കഴിഞ്ഞു. ചങ്ങനാശ്ശേരി നടരാജൻ, TG മണി, പെരുന്ന മധു, ഇപ്പൊ സിനിമാ രംഗത്ത് സജീവമായിട്ടുള്ള അയ്യപ്പൻ കോശിയിലെ ഡ്രൈവറുടെ വിളിച്ച കോട്ടയം രമേശ്, ഹോം സിനിമയിലെ അപ്പൂപ്പനായിട്ട് വിളിച്ച കൈനകരി തങ്കരാജ്, പഴയ പസക നാടകത്തിലേക്ക് അപ്പൂപ്പനായിട്ട് വിളിച്ച കൈനകരി തങ്കരാജ്, ചെറുനീർ നമശിവായം, കാഞ്ഞിപ്പുഴ ശശി, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ഭാഗ്യം. എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് ഇത്തരം ആളുകളുമായിട്ടുള്ള അനുഭവം അതിലൊന്നും ഒരിക്കലും മറക്കാനാവാത്ത, ഒരു ദിവസം ഒരിക്കലെങ്കിലും ഓർക്കുന്ന ഒരു നാമധേയമാണ് കരകുളം ചന്ദ്രൻ. സാക്ഷാൽ അജന്തയുടെ സ്ഥാപകനും അതിന്റെ സംഘാടകനും സംവിധാനവുമായ നമ്മുടെ പൂർണ്ണ ഗുരുനാഥൻ. അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാതെ ഒരു അരങ്ങ് പോലും എനിക്ക്
പ്രിയപ്പെട്ടവരെ, ആ, ചന്ദ്രൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കുറച്ച് വികാരാധീനനായി. ആ, കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഇപ്പോൾ നിലവിൽ ആ, നമ്മുടെ ഒപ്പമില്ല. അതാണ് അദ്ദേഹത്തിന് അത്രയും ഒരു പ്രയാസമായി തോന്നിയതും. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ശരിക്കും. ഗുരു തുല്യനെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അല്ല, ഗുരു തുല്യനല്ല, ഗുരുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വീണ്ടും പോകാം. പറയൂ ആ, ചന്ദ്രൻ സാറിനെ കുറിച്ച്. ചന്ദ്രേട്ടനെ ഈ പൂർണ്ണ ഗുരു എന്ന് പറയാൻ കാരണം നാടകം മാത്രമല്ല, അതെ. ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ പെരുമാറണം, ജീവിതത്തിൽ നമ്മുടെ സാധാരണ ബിഹേവ് ചെയ്യുന്നത് പോലും പഠിപ്പിക്കുന്ന ആളാണ് ചന്ദ്രേട്ടൻ. ഒരിടത്ത് ചെന്നാൽ എങ്ങനെ നിൽക്കണം, ആരുടെ കൂടെ കള്ളു കുടിക്കണം എന്ന് പോലും പഠിപ്പിച്ചു തരും. കള്ളു കുടിക്കരുതാത്ത എവിടെയാണ്, എവിടെ പോകണം എന്നുള്ള ഞാൻ തുറന്നു പറയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പുള്ളി അതിൻ്റെതായ ഇത് സൂക്ഷിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ചന്ദ്രേട്ടൻ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതും ചന്ദ്രേട്ടൻ ഒരിക്കലും മറന്നു പോകാൻ എനിക്കെന്ന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആർക്കും കരകുള ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിട്ടുപോകുന്ന ഒരു സംഭവമില്ല. അഭിനയത്തിൽ പോലും അദ്ദേഹം പറയാറുണ്ടായിരുന്നല്ലോ അല്ലേ? തീർച്ചയായും. പിന്നെ നമ്മുടെ കുറവുകളെ തീർച്ചയായും നമ്മുടെ കഴിവല്ല, നമ്മുടെ കഴിവുകേടെന്നാണ് ചികഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ അതെ. എവിടെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് അംശം കടന്നു വരും, സ്വാധീനങ്ങൾ കടന്നു വരാറുണ്ട് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ. ഈ നമ്മുടെ വംശനാടൻ തന്നെ ഒരു ഏതോ സീക്വൻസ് വെച്ച് സംവിധാനം സുരേഷ് ദിവാരം പറഞ്ഞു, കറക്റ്റ് ചന്ദ്രേട്ടൻ പറയുന്ന പോലെ എനിക്ക് തോന്നി എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണൂർ വാസൂട്ടി അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഗുരുനാഥനാണ് കണ്ണൂർ വാസൂട്ടി. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ 4 വർഷം, ഞാൻ ഒരു സമിതിയിലും അങ്ങനെ നിന്നിട്ടില്ല. 4 വർഷം തിരുവനന്തപുരം സംസ്കൃതി എന്ന് പറയുന്ന സമിതിയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. അതെൻ്റെ ഒരു ജീവിതത്തിലെ ഒരു നാടകത്തിന് നല്ലൊരു വസന്തകാലമായിരുന്നു. അതൊരു 4 വർഷം 2013 മുതൽ 17 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അവിടെ സംസ്കൃതിയിലുണ്ടായിരുന്നു. അതൊരു കാലഘട്ടമാണ്. ഇതിനേക്കാളുപരി നമ്മൾ പെട്ടെന്ന് പറഞ്ഞ പോലെ ഗുരുനാഥൻ എന്നൊക്കെ എന്താ പറഞ്ഞു, ഈ ആദ്യം ഇറക്കുന്ന ഒരാളുണ്ടല്ലോ നമുക്ക്, അതെ, അതാണ് നമ്മുടെ രവിപ്രസാദ് സാറ്. അതെ അതെ. അദ്ദേഹം ചിത്രകലാ അധ്യാപകനാണ്, ഇപ്പോൾ കാതികനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഷഷ്ടിപൂർത്തി കഴിഞ്ഞാണ് അദ്ദേഹം കഥാപ്രസംഗനൊക്കെ എത്തിക്കുന്നത്. അത് ചിത്രകാരൻ, നാടകൃത്താണ്, നടനാണ്, സംവിധായകനാണ്, മോണോ ആക്ട് പരിശീലകനാണ്, കഥാപ്രസംഗ പരിശീലകനായിരുന്നു. അദ്ദേഹം ചെയ്യാത്ത മേഖലകളില്ല. അദ്ദേഹമാണ് അതിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ, ഞാൻ മുളക്കോട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം പോകുമ്പോഴേ കുട്ടികളൊക്കെ വളരെ ആരാധനയോടെ അദ്ദേഹത്തെ കാണുന്നതും പറയുന്നതും. നമ്മൾ ഇദ്ദേഹത്തിന്റെ നാടകങ്ങളെന്ന് കാണുക, ഇദ്ദേഹമൊക്കെ അന്ന് അമേച്ചർ നാടക രംഗത്ത്, മത്സര നാടക രംഗത്ത് വലിയ തകർപ്പൻ ആളുകളാണ്. ഡിവൈൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു അന്ന് അവർ അഭിനയിച്ചിരുന്നത്. അദ്ദേഹം 4 പേരാണ് അതിലെ കഥാപാത്രങ്ങൾ. ആ നാടകം കണ്ടപ്പോഴാണ് എനിക്കും ഒരു നാടകത്തിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ള വല്ലാത്തൊരു അഭിനിവേശം എനിക്കുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഞങ്ങളുടെ ഒരു 10-17 വയസ്സായപ്പോൾ ഞങ്ങളിത് വീണ്ടും ഈ നാടകം ഇവരെ കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വാങ്ങിച്ച് ഞങ്ങളത് അവതരിപ്പിക്കുകയുണ്ടായി. ആ നാടകത്തിലെ ഡയലോഗുകളൊക്കെ ഒരു കവിത പോലെയാണ്. എവിടെ മത്സരത്തിന് പോയാലും മികച്ച നാടകവും ബെസ്റ്റ് ആക്ടറും ഒക്കെ കിട്ടുന്ന ഒരു നാടകമായിരുന്നു. ആറോളം പഞ്ചായത്ത് കേരളോത്സവം തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ ആ നാടകത്തിൽ വെച്ച് എനിക്ക് ബെസ്റ്റ് ആക്ടറും മികച്ച നാടകം കിട്ടിയ നാടകമാണ്. അതിലെ ഡയലോഗുകൾ ഇന്നും ചിലപ്പോൾ ഒരു 2-3 വർഷമുള്ള പ്രൊഫഷണൽ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷേ ഇതിലെ ഡയലോഗ് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാം. അത്രമാത്രം കാവ്യാത്മകമായ. ഉദാഹരണം, ചാണക്യൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്തത്. രാജാവും ചാണക്യനും തമ്മിലുള്ള ഒരു സംവാദമുണ്ട്. രാജഗുരു ചാണക്യൻ, രാജാവാണ് ചോദിക്കുന്നത്, രാജഗുരു ചാണക്യൻ നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നുവോ? ഭൂപാല, ചാണക്യൻ, ഒരു വാരമാകുന്നു ഒരു പാഴ്ക്കുടിലിൽ വിശ്രമിച്ചിട്ട്. രാജാവ് പറയും, പാഴ്ക്കുടിലിലെ വിശ്രമം, അട്ടർച്ചു വയ്ക്കുന്ന പഴങ്കഞ്ഞി വെള്ളം മോന്താനുള്ള ദാഹം, അതോ തേവടിശികളെ തേടിയോ ഈ യാത്ര? രാജൻ, അതെ, നാം രാജാവാണ്. ചെളി കൊണ്ട് ചുവരി പിടിപ്പിച്ച മേയാത്ത കുടിൽ, അതിൽ പണിയാളത്തി പെണ്ണ് സ്വന്തം കൈകൊണ്ട് വിരിച്ച ചടുപ്പ്, ആ അടുപ്പിൽ വെച്ച മൺകലത്തിൽ വേവിച്ചെടുത്ത കപ്പ, പാതി വിടർന്ന മുല്ലപ്പൂ പോലെ പാകത്തിന് വെന്ത് വികസിച്ച കപ്പ വാഴയില കീറിൽ അവൾ എനിക്ക് വിളമ്പി തന്നു. പണിയാളത്തി പെണ്ണ്, അതെ, വിത്ത് മുളപ്പിക്കുന്നവൾ. എന്നിട്ട് ചാണകം മെഴുകിയ തറയിൽ വിരിച്ച തഴപ്പായിലിരുന്ന് അത് കഴിക്കുവാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. വല്ലാത്ത സൗഭാഗ്യം. അനുഭവിച്ചത് ഞാനാണ്, തർക്കമില്ല. അട്ടർച്ചു വയ്ക്കുന്ന പഴങ്കഞ്ഞി വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് പകരുമ്പോൾ ചലിച്ച പണിയാളത്തി പെണ്ണിന്റെ കൈകളിൽ കിടന്ന കിളിങ്ങിയ കരിവളകൾ സൃഷ്ടിച്ച സംഗീതത്തിന്റെ താളം ഞാൻ കേട്ടു. അതെന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി രാജൻ. ഹൃദയം ത്രസിച്ചുപോയി. എന്തെന്നോ, ആ കരിവളകൾ സൃഷ്ടിച്ച സംഗീതം ഒരു സന്ദേശമായിരുന്നു, വിപ്ലവത്തിന്റെ സന്ദേശം. ഒരു ചെണ്ടയുടെ വാദ്യമുണ്ട്. ഇത് ഒരു വല്ലാത്ത കഴിവാണ്. ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് അത് ഓർമ്മിക്കുക. ഇല്ല, അത് കഴിവെന്നല്ല, ആ കാലഘട്ടത്തിൽ ഈ നാടകം കളിച്ച ആർക്കും ഇത് പറയാൻ കഴിയും. അതായിരുന്നു ആ നാടകത്തിന്റെ ഒരു ശക്തിയും അതിന്റെ ഭാഷയും അതിന്റെ പ്രയോഗവും. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരു അഭിമാനം കൂടെ തോന്നുകയാണ്. മോഹന സല്ലാപം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലില് താങ്കളെ കൂടി പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൊമെന്റ്സോ കുറെ അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതൊന്ന് കാണാനുണ്ട്. അത് കാണിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണണം, അത് കാണിച്ചു കൊടുക്കണം. അതിനിപ്പുറം ഈ അവാർഡ് വിന്നറായ സമയത്ത് അപ്പോൾ തോന്നിയ ആ ഒരു വികാരം എന്തായിരുന്നു മനസ്സിൽ? കാരണം ഈ നാടകം ഞങ്ങള് ഈ സർക്കാരിന്റെ മത്സരത്തിന് മുമ്പ് 12 ഇടങ്ങളിൽ 12 കേരളത്തിലെ പ്രധാനപ്പെട്ട 12 പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ കോതമംഗലം ബോധി, പറവൂർ സാംസ്കാരിക ഗവേഷണ കേന്ദ്രം, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം, അങ്ങനെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മാണിയാട്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന ഒരു നാടക മത്സരമാണ് മാണിയാട്ട് എന്നപിള്ള സ്മാരക നാടകോത്സവം തുടങ്ങി 12 നാടക മത്സരങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തു. ഈ 12 സ്ഥലത്തും ഞങ്ങളുടെ വംശ നാടകത്തിനായിരുന്നു മികച്ച നാടകവും, എനിക്ക് അതിനോടൊപ്പം മികച്ച നടനും ഒക്കെ ലഭിക്കുകയുണ്ടായി. മികച്ച നടിയും ഒക്കെ കിട്ടിയ ഒരു നാടകം, മികച്ച സംവിധായകനോട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ കൺഫ്യൂഷനിലായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലോ എന്നുള്ള ഭയം, ആകുലതയോ ഉള്ളായിരുന്നു. കാരണം മത്സരിച്ചിടത്തില്ല നമുക്ക് ലഭ്യമായ ഒരു നാടകമാണ്, അർഹമായത് തന്നെ കിട്ടി, നഷ്ടപ്പെടാതെ അത് നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തി എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ തോന്നി. ഇത്രയും കാലമൊക്കെ നാടകത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംതൃപ്തി. അങ്ങനെ കിട്ടാതെ പോയ എത്രയോ ഹതഭാഗ്യരായ പ്രഗത്ഭർ ഉള്ള ഫീൽഡാന്ന് പറയുന്നത്. അവരെയും ഞാൻ ഏറെ വേദനയോടെ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. കാരണം ഞാൻ അസൂയോട് നോക്കിയ പെർഫോമൻസുകളുണ്ട്, ചെയ്ത സ്റ്റേജിൽ പെർഫോം ചെയ്ത കിട്ടാതെ പോയവരുണ്ട്. അത് ഭാഗ്യമാണ്. കിട്ടാതെ പോയ എത്രയോ പ്രഗത്ഭരുണ്ടെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് അതും ഒരു സങ്കടമാണ്. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഫാമിലി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ രമാദേവി നല്ല സപ്പോർട്ടാണ്. കാര്യം കലാകാരിയാണ്, കലാസ്നേഹിയാണ്. അതുകൊണ്ട് പുള്ളിക്കാരി ഒപ്പം ഇതിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളുമായി ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവർ, നമ്മൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പ്രവേശിക്കുകയാണ്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മൊമന്റോ അവാർഡ്സ്. ഇത് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ്. പേരെന്ന് പറയാമോ ചേച്ചി പ്ലീസ്? രമാദേവി. നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് എത്ര വർഷമായി? 13 വർഷം. ഓക്കെ. അപ്പം എല്ലാ സപ്പോർട്ടും അനിൽജിക്ക് ഉണ്ട് അല്ലെ? തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞാലും മോഹന സലാമത്തിന് വളരെ സന്തോഷം. നമുക്ക് സന്തോഷം. അതെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആക്ച്വലി അത്രത്തോളം മൊമെന്റോസ് വേണ്ടി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ വെക്കണമെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അത് അത്രത്തോളം ഉണ്ട് കേട്ടോ. തട്ടുമ്പുറത്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ അവാർഡ് മൊമെന്റ്സ് ഒക്കെയാണ്. നമുക്ക് ഓരോന്ന് കാണാം. ഓരോന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും എണ്ണാൻ പറ്റില്ല, അത്രത്തോളം ഉണ്ട്. എന്നാലും കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. കണ്ടില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭിത്തി മൊത്തം ഇതേ കാണാനുള്ളൂ കേട്ടോ, മറ്റൊന്നുമില്ല. ഇവിടെ 1-2 ഫോട്ടോസൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാം ഇത് അദ്ദേഹത്തിന്റെ ഫോട്ടോസാണ്, ഫാമിലി ഫോട്ടോയാണ്. ആഞ്ജനേയ പുരസ്കാരം, അങ്ങനെ കുറെ അധികം. ഇതിപ്പോ എന്തൊക്കെ കാണിക്കുന്നത്? ഇത് പുതിയ അവാർഡ് കിട്ടുന്ന ഒരു സംഭവം. ഇത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒരു ആരാധകൻ വരച്ചു കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. നല്ല ഭംഗിയായി വരച്ചിട്ടുണ്ട്. കണ്ട് ഇവിടെ കണ്ടില്ലേ? ഭിത്തിയിൽ മൊത്തം ഈ അവാർഡ്സ് മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇത് മറ്റൊരു ആരാധകൻ അദ്ദേഹത്തിന് വരച്ച് നൽകിയതാണ്. അദ്ദേഹത്തിന്റെ ആ വേഷം, ഇത് ഭീമൻ വേഷമാണ്, ഭീമസേന്റെ വേഷം. അപ്പൊ ആ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് വരച്ച് സമ്മാനിച്ചതാണ്. അതും വേദി വെച്ചാണ് കൊടുത്തതാണ് പറയുന്നത് അല്ലേ? അതെ. ഇത് അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു മൊമെന്റോ. ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒരുപാടുണ്ട്. ഇതിപ്പോ എന്താണെന്നൊന്നും പറയുന്നത് അർത്ഥമില്ല. കാരണം അതുപോലെ ഇത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അമ്മയാണ്. അപ്പം നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതാണ് അമ്മ. ഇത് മറ്റൊരു മൊമെന്റോ, നാടക മത്സര രംഗത്ത് കിട്ടിയിരിക്കുന്ന ഒരു മൊമെന്റോയാണ് കേട്ടോ. ഇത് 2013 അദ്ദേഹത്തിന് കിട്ടിയ യൗവനിൽ നിന്ന് കിട്ടിയ അല്ലേ? കരുനാഗപ്പള്ളി യൗവന. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു അവാർഡാണ് ഇത്, സർട്ടിഫിക്കറ്റ്. ഇത് അവരുടെ വിവാഹത്തെ ഫോട്ടോ അല്ലേ? അതെ, കല്യാണ ഫോട്ടോയാണ്. എന്തോ സുന്ദരനാണെന്ന് ഉറപ്പാക്കി. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇത് 2010 കിട്ടിയുള്ള ഒരു പുരസ്കാരമാണ് കേട്ടോ, ശ്രീ MG അനിൽകുമാർ. കണ്ടോ? അമ്മ വാത്സല്യം, ഓച്ചിറ നാടകരംഗം. അത് ശരി. ഓക്കെ. ഇതാണ് പ്രേക്ഷകരെ. ഇങ്ങനെ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും കാണിക്കാൻ ഒരു എപ്പിസോഡ് പോരാ. അത്രത്തോളം അവാർഡും മൊമെന്റ്സും സർട്ടിഫിക്കറ്റ് ഒക്കെ വിട്ടിരിപ്പുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഈ സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്നു, ഒപ്പം ഒരുപാട് സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതും വരെ എല്ലാവർക്കും സന്തോഷം. താങ്ക് യു, നന്ദി. ഒപ്പം നിങ്ങൾ
ഈ വീഡിയോ കാണുകയും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി സന്തോഷം. താങ്ക് യു.